ഹലോ, വീട്ടിൽ കറ്റാർവാഴയുണ്ടോ? കറ്റാർവാഴ നല്ല ആരോഗ്യത്തോടെയും നിറയെ തൈകളായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഞാൻ വീട്ടിൽ ചെയ്തെടുക്കുന്ന വളപ്രയോഗത്തെയും പോട്ടിമിക്സ് തയ്യാറാക്കുന്നതിനെയും പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തെ ഒരൊറ്റ കറ്റാർവാഴ കൊണ്ടുവന്നിട്ടതായിരുന്നേ. അതിൽ നിന്ന് പുതിയ തൈകളുണ്ടായി ഓരോന്ന് മാറ്റി മാറ്റി നട്ടാണ് ഈ കറ്റാർവാഴ കൂട്ടൊന്ന് വിപുലപ്പെടുത്തിയെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, എന്തിനാ ഇത്രയധികം തൈകൾ നടുന്നതെന്ന്. പറഞ്ഞുതരാം. വീട്ടിലേക്കൊരാവശ്യത്തിന് വേണ്ടി അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് അഥവാ പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് വേരോടുകൂടി കറ്റാർവാഴ വാങ്ങിയായിരുന്നേ. അതിൽ നിന്ന് 2 ഇല എടുത്ത ശേഷം മണ്ണിൽ നട്ടുവെച്ചു. അങ്ങനെ പുതിയ തൈകൾ ഉണ്ടായതെല്ലാം മാറ്റി നട്ടേ. വീട്ടിലെ കറ്റാർവാഴ വളർത്തുന്നവർക്ക് ചെറിയൊരു വിപണി സാധ്യത ഇങ്ങനെയുണ്ട്. പച്ചമരുന്ന് കടകളിൽ കൊണ്ടു കൊടുക്കുമ്പോൾ കിലോയ്ക്ക് 30 രൂപ തൊട്ട് 40 വരെ കിട്ടും. അത്യാവശ്യം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ച് വെള്ളം മാത്രം കൊടുത്താലും കറ്റാർവാഴ വളരും. എന്നാൽ കറ്റാർവാഴ കൂടുതൽ തൈകൾ പൊട്ടി വളരുന്നതിനും വീട്ടിൽ തന്നെയുള്ള വേസ്റ്റ് കൊണ്ട് വളമാക്കിയെടുക്കാം. മതിലും കല്ലിലൊക്കെ പിടിച്ചു നിൽക്കുന്ന പായലെടുക്കുന്നത് വഴി ആ സ്ഥലം വൃത്തിയാകുകയും ചെയ്യും. കറ്റാർവാഴയ്ക്ക് നല്ലൊരു വളവും കൂടിയാണ്. പക്ഷെ ഇതെടുത്തിട്ട് നേരെ കൊണ്ടിടാറില്ല. ഒരു ദിവസം ഒന്ന് വെയിലത്ത് വെച്ച ശേഷം ഇട്ട് കൊടുക്കാം. ചൂടൊന്ന് ഇളക്കിയ ശേഷം ചുറ്റിനും അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഇതിപ്പോൾ പായൽ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മണ്ണും കൂടിയുണ്ട്. മുട്ടത്തോട് ഇങ്ങനെ കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നതിൽ നല്ലതാണ് അത് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടേ. വേര് പൊട്ടാതെ ചുവടന്നിളക്കിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഈ സവാളത്തോല് ചേർത്ത് കൊടുത്ത ശേഷം പുറമേ കുറച്ച് മണ്ണും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഇവ ഓരോന്നും മാറ്റി മാറ്റി 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും കൊടുത്താൽ മതി. പിന്നെ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ അധികം നന വേണ്ട. ചട്ടിയിലെ മണ്ണ് നന്നായിട്ട് ഉണങ്ങിയിരിക്കുമ്പോൾ മാത്രം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അമിത നനയായാൽ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. മണ്ണൊരുക്കുന്നത് എങ്ങനെ? ഒത്തിരി തൈകൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ പ്രശ്നം ഇതെല്ലാം എവിടെ നട്ടുപിടിപ്പിക്കുമെന്ന് ഓർത്താണ്. ചെടിച്ചട്ടി വാങ്ങിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. അതുകൊണ്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചത്, സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന തുണിസഞ്ചിയുടെ താഴെ ഭാഗത്ത് പാളയില്ലേ, അത് ചെറിയ കഷ്ണാക്കി മുറിച്ചത് വെച്ച് കൊടുക്കുവേ. അതേപോലെ തന്നെ ആ കവറിൻ്റെ 2 സൈഡിലും വെച്ചങ്ങ് കൊടുക്കും. എന്നിട്ട് ആദ്യം കരിയില കൊണ്ടാണ് നിറച്ചെടുക്കുന്നത്. മുട്ടത്തോട് പൊടിച്ചത് സവാളത്തോലും കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ എടുക്കുന്നത് കമ്പോസ്റ്റാണ്. വേരോടാൻ പാകത്തിന് നല്ല ഇളക്കുള്ള മണ്ണായാലും മതി. പിന്നെ ഉണക്ക ചാണകപ്പൊടി, കുറച്ച് മണ്ണ്, ഇത്രയും ചേർത്താണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. കൂടുതലും കരിയിലൊക്കെ കൊണ്ട് നിറച്ചെടുക്കുന്നതുകൊണ്ട് പോട്ടി മിക്സ് കുറച്ചെടുത്താൽ മതി. തൈ മാറ്റി നടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, കറ്റാർവാഴയുടെ തണ്ട് അധികം മണ്ണിലേക്ക് ഇറക്കി നടരുതേ, ചീഞ്ഞു പോകും. തണ്ടിൻ്റെ ഭാഗത്ത് ഇലകൾ കൂടിച്ചേരുന്ന ഭാഗമില്ലേ, അത് മണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നടാനായിട്ട്. തൈകൾ മാറ്റി നട്ട ശേഷം 1-2 ആഴ്ച തണലത്ത് വെക്കണേ. നേരെ കൊണ്ടേ വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇലകളിൽ മഞ്ഞപ്പ് വരാനും ചീത്തയായി പോകാനൊക്കെ സാധ്യതയുണ്ട്. വേര് പിടിച്ചു കഴിഞ്ഞ് പതിയെ വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കാം. തീരെ ചെറിയ തൈകളെല്ലാം കൂടി പഴയൊരു കറിച്ചട്ടിയിലാണ് വളരാൻ വെച്ചേക്കുന്നത്. തൈകൾ മാറ്റി നടുവാണെങ്കിൽ ഇത്രയും ചെറുതിൽ അടർത്തി മാറ്റേണ്ട കാര്യമില്ല. കുറച്ചുകൂടി വലുതായ ശേഷം മാറ്റി നടുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ അതിനുവേണ്ടി എടുത്തതല്ല. വലിയ കറ്റാർവാഴയൊക്കെ കൊടുത്ത സമയത്ത് ചട്ടിയിൽ ബാക്കിയുണ്ടായിരുന്ന എല്ലാ തൈകളും കൂടി കാലിയാക്കിയതാണ്. ഇതൊരു പഴയ സഞ്ചിയിൽ നട്ടുവെച്ചിരിക്കുന്ന കറ്റാർവാഴയാണ്. നിറച്ച തൈകൾ വന്നിട്ട് തിങ്ങിക്കൂടി നിൽക്കുക. പക്ഷെ ഇങ്ങനെ ഒരിക്കലും കറ്റാർവാഴ നിർത്തരുത്. പുതിയ തൈകളെല്ലാം അടർത്തി മാറ്റിയാലേ ഇത് നന്നായിട്ട് വളരുള്ളൂ. ഇത്രയധികം തൈകളാണെന്നറിയാവോ ഇതിൽ തിങ്ങിക്കൂടി നിൽക്കുന്നത്. കറ്റാർവാഴയ്ക്ക് നല്ല വെയിൽ ആവശ്യമാണെങ്കിലും കഠിനമായ വെയിൽ കാരണം ഇലകൾ മഞ്ഞ നിറത്തിലും തവിട്ട് നിറത്തിലൊക്കെ കാണപ്പെടാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ചട്ടിയിലാണ് നട്ടുവെച്ചതെങ്കിൽ ഭാഗികമായി വെളിച്ചം കിട്ടുന്നിടത്തോ തണലുള്ളിടത്തോ മാറ്റി വെച്ചാൽ 2-3 ദിവസത്തിനുള്ളിൽ പഴയതുപോലെ നല്ല രീതിയിലായി കിട്ടുവേ. പിന്നെ തുണിസഞ്ചിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കിയപ്പോൾ എല്ലാവർക്കും തോന്നിയ ഒരു സംശയമായിരിക്കും, ഇത് കീറിപ്പോവില്ലേ എന്ന്. തീർച്ചയായിട്ടും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കീറിപ്പോകും. പിന്നെ നടാനായിട്ട് ചട്ടി തികയാതെ വരുമ്പോൾ ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയാണിത്. കൂടുതലും പുതിയ തൈകളാണ് ഇങ്ങനെ സഞ്ചിയിൽ നട്ടുപിടിപ്പിക്കുന്നത്. അത് ഏകദേശം വലുതായി വരുമ്പോഴത്തേക്കും സഞ്ചി ഏകദേശം കീറി തുടങ്ങിയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ വലിയ കറ്റാർവാഴയൊക്കെ മാറ്റിക്കഴിഞ്ഞ് ബാക്കി വരുന്ന ചട്ടിയിലൊക്കെ നടും. അല്ലെങ്കിൽ നമ്മൾ നിറച്ചെടുത്ത സഞ്ചി എടുത്തുയർത്താതെ അവിടെ തന്നെ വെക്കുവാണെങ്കിൽ അവിടെ ഇരുന്നങ്ങ് വളർന്നോളും.
പിന്നെ പൊട്ടിയ കപ്പ്, ഇഡ്ഡലിപ്പാത്രം, ചീനച്ചട്ടി അങ്ങനെ കളയുന്ന പാത്രങ്ങളിലേക്കാണ് ഞാനിവിടെ കൂടുതലും കറ്റാർവാഴ തൈയൊക്കെ പിടിപ്പിച്ചെടുക്കുന്നത്. കറ്റാർവാഴയുടെ ചുവട്ടിൽ ഉണങ്ങിയതും ചീഞ്ഞു തുടങ്ങുന്നതായ ഇലകളെല്ലാം അടർത്തി മാറ്റി കൊടുക്കാം. അപ്പോൾ ശരി, നിങ്ങൾ ഈ രീതിയിലൊക്കെ തന്നെയാണോ കറ്റാർവാഴ നടുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.